ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് ഇന്ന്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ചില ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ജലജന്യ രോഗങ്ങളുടെയൊക്കെ കൂടുതലായിട്ട് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഹോം വിസിറ്റാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഒരു ടീം വർക്കായിട്ടാണ് ഞങ്ങളിന്ന് പോണത്. അത്യാവശ്യ ഡ്യൂട്ടിയുള്ള ആശാ വർക്കർമാരൊഴികെയുള്ള എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുക, അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ആൾക്കാർ വെച്ചിട്ടാണ് ഇങ്ങനെ ടീമായിട്ട് പോണത്. ഇപ്പോൾ 2 ആൾക്കാർ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ വീടുകൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും കൂടി പോയാൽ 1-2 വീടുകളിൽ എല്ലാവരും കൂടി പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 2 ആൾക്കാർ വെച്ചിട്ടാണ് ഞങ്ങൾ കേട്ടോ ടീം വർക്ക്. അപ്പോൾ ഓരോരുത്തർ 2 ആൾക്കാരുള്ള ഒരു ടീമായിട്ടൊക്കെ വേർതിരിഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ പോണ ഏരിയ ഈ ഒരു ഭാഗത്തേക്കുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വീടുകളൊന്നുമില്ല. കുറേ കാട് പിടിച്ച് കിടക്കുന്ന എന്താ പറയുക, ഒരു കുന്ന് പോലെ മല പോലെയുള്ളൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ നടുവിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ റോഡുള്ളത്. അപ്പോൾ വീടുകളൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് ആ വീടുകളിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ പോണത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്തുകളിലേക്കുള്ള ഷോർട്ട് കട്ടാണ് കേട്ടോ. അപ്പോൾ റോഡൊക്കെ നല്ല റോഡാണ്. പക്ഷേ ആ ഭാഗത്തൊന്നും ഒരുപാട് വീടുകളും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ മരങ്ങളും കാടുകളൊക്കെ നിറഞ്ഞൊരു ഭാഗമാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വഴിയിൽ ഇതാ അവിടെ 2 പട്ടിക്കുട്ടികളുണ്ട്, ചെറുത്. അതിനാരോ അവിടെ കൊണ്ടുപോയിട്ടതാണോ അതോ അവിടെ ഉണ്ടായതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അമ്മപ്പട്ടീനെയൊന്നും അവിടെ കാണാനില്ല. ഈ 2 പട്ടിക്കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വയറൊക്കെ ഒട്ടി വിശന്നിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങളുടെ കയ്യിലൊരു കുപ്പി വെള്ളമല്ലാതെ വേറെ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല അവർക്ക് കൊടുക്കാനായിട്ട്. അവർക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ആൾക്കാരെ കാണുമ്പോൾ ഇതാ അവർ കാട്ടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ആൾക്കാരൊക്കെ ഉള്ളൊരു ഭാഗത്താണ് അവർ കൊണ്ടുപോയിട്ടതോ അല്ലെങ്കിൽ അവരോട് നിൽക്കണതെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആളൊന്നും ഇല്ലാത്ത ഭാഗത്തായതിനെ കൊണ്ടേ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നുള്ളൊരു വല്ലാത്തൊരു ആദ്യമായിട്ട്. പക്ഷെ നമ്മളെ കയ്യിലേക്ക് കൊടുക്കാനായിട്ടൊന്നും ഇല്ല താനും. അപ്പോൾ എന്തായാലും ഞങ്ങളെ കണ്ടപ്പോൾ അവ ഓടി ഒളിച്ച് ആ കാടിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 കുഞ്ഞു മക്കളാണ്. അവരെ അമ്മപ്പട്ടി എവിടെ പോയോ എന്തോ, അത് ഇനി ആരെങ്കിലും ഇവിടെ കൊണ്ടുപോയിട്ടതാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോഴെന്തായാലും കുറേ സമയം അവിടെ നിൽക്കാനായിട്ട് പേടിയായിരുന്നു കേട്ടോ. കാരണം അമ്മപ്പട്ടി അവിടെ ഇടയിലുണ്ടെങ്കിൽ ഞങ്ങൾ ഓടി വന്ന് കടിക്കുമോ എന്നുള്ള പേടി. പിന്നെ അത് മാത്രമല്ല ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടേ നമുക്കവിടെ കുറേ സമയം നിൽക്കാനൊക്കെ ഒരു പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നായ്ക്കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം. അപ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ടുപോയിരുന്നവരൊക്കെ ആണെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഉള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ടാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടാനുള്ളൊരു അവസരം ഉണ്ടാവും. ഇത് അവരവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഭക്ഷണം ഒന്നും കിട്ടാതെ എന്തെങ്കിലും ആയി പോകുമോ എന്നൊരു തോന്നൽ കേട്ടോ. ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുവഴി പോണ ആൾക്കാർ ആരെങ്കിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്താലായി. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു പോകും, അതല്ലെങ്കിൽ വിശന്ന് ചത്തു പോകും. അത്രയ്ക്ക് അവശരായിട്ടുണ്ട് രണ്ടും. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി പോവുകയാണ്. അവർക്ക് എന്താ വേദനിപ്പിച്ചിട്ടുള്ള പോലെയാണ് കേട്ടോ. അതാണ് ഇത്ര പേടി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഒളിക്കൂലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് പോകുന്നല്ലേ പറ്റൂ. ഞങ്ങളിങ്ങനെ തിരിച്ച് പോരുന്ന വഴി ഇതാ ഓണക്കാലം വന്നു എന്നൊക്കെ പറഞ്ഞതാ നമ്മുടെ സാധാരണ നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കാക്കപ്പൂവ് എന്നൊക്കെ ഇതിന് പറയട്ടെ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ചെടികളൊക്കെ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. സാധാരണ ഓണക്കാലമൊക്കെ ആകുമ്പോഴേക്കാണ് അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. നമ്മൾ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനത്തെ പൂക്കളൊക്കെ പറിച്ചിട്ടായിരുന്നു കേട്ടോ അന്ന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പതിവൊന്നും അന്ന് ഒട്ടും ഉണ്ടായിരുന്നില്ല. അതാ ഇങ്ങനെ തനി നാടൻ പൂക്കളൊക്കെ പറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത നൊസ്റ്റാൾജിയ. അപ്പോൾ അതാ ഇഷ്ടം പോലെ മുക്കുറ്റി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, കാക്കപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് എന്താ തൊട്ടാവാടിയുടെ പൂക്കൾ, അങ്ങനെ കാണാൻ ഭംഗിയുള്ള പൂക്കളാണ്. പക്ഷെ കാട്ടുപൂക്കളായിരുന്നു ഇതൊക്കെ. ഇങ്ങനെ പോരുന്ന വഴി ഇതാ ഒരു വീടിൻ്റെ മുന്നിൽ നല്ല തണൽ വിരിച്ചൊരു മരം കണ്ടിട്ടോ. അപ്പോൾ അതെന്താ എന്തോ ഇതിന് അത്തിപ്പഴം എന്നാണ് അത്ര പറയുക. അപ്പോൾ ഇതുകൊണ്ട് കറിയൊക്കെ വയ്ക്കും, ഉപ്പേരി ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിലെത്താത്ത. അപ്പോൾ അതിന് വലിയ വലിയ ഇലകളായിട്ട് നല്ല തണലുണ്ട്, മുറ്റത്തിൽ നല്ല തണൽ നൽകുന്ന ഒരു മരമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ തിരിച്ച് പോരുന്ന വഴി ഞങ്ങൾ മുകളിൽ നിന്നാണ് താഴേക്ക് നോക്കുമ്പോൾ താഴെ ഒരു വീട്ടിൽ ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് 2-3 വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല കുളം പോലെ സിമെൻ്റ് ഇട്ട് നല്ല കുട്ടികൾക്കൊക്കെ ചാടി കുളിക്കാനൊക്കെ പറ്റിയ പോലെ ഉള്ള കുളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഉറവ വെള്ളമാണ് കേട്ടോ അവർ ഈ കുളത്തിലേക്ക് വരുന്നത്. പൈപ്പൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ നല്ല വലുപ്പമൊക്കെ ഉള്ള അത്യാവശ്യം എല്ലാം കുറച്ച് ആൾക്കാർക്കൊക്കെ ചാടി കുളിക്കാനൊക്കെ പറ്റി വലിയൊരു കുളം തന്നെയാണ് കേട്ടോ. ഒരു വീടിൻ്റെ മുറ്റത്താണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ആ ഭാഗത്തുകൂടി ഇങ്ങനെ ഉറവ വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ചാല് വഴി കുളത്തിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിലൊക്കെ അരച്ചിട്ടായാലും ആ ഭാഗത്തു കൂടി നല്ല ഉറവ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിലിങ്ങനെ കണ്ടു നിറയെ മീനുകളുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ സമയം നടന്ന് ഞങ്ങൾ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വഴിയിൽ ഒരു സ്ഥലത്തിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റി ഞങ്ങൾ കൂടെയുള്ളവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞതാണ്. കറക്റ്റ് സമയം പറഞ്ഞു കഴിഞ്ഞിട്ട് വർക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അവിടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ വണ്ടി വരും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വഴിക്ക് തന്നെ ആയിരുന്നില്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ വീടുകളുള്ളവർ ഷോർട്ട് വഴിയൊക്കെ വീടുകളിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തത്. ഞങ്ങളിതാ പുറത്തേക്ക് പോരാൻ 2-3 ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയോടെ അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് വെയിലൊക്കെ വരാൻ തുടങ്ങി. ഇതുവരെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു, മഴയേ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇങ്ങനെ ഫീൽഡ് വർക്കിനൊക്കെ പറ്റിയൊരു കാലാവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് ബേസിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ നിർത്തി എല്ലാവരും വീട്ടിലേക്ക് തന്നെയൊക്കെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.